Dear students, here we are going to discuss about the topic combustion in SI engine, which is a topic in the 5th module of thermal engineering. First of all, let us see what is combustion. Combustion is the rapid chemical combination of hydrogen and carbon in the fuel with oxygen in the air, resulting in liberation of energy in the form of heat. അതായത് നമ്മൾ എൻജിനിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രോ കാർബൺ ഫ്യൂവലാണ്. ആ ഹൈഡ്രോ കാർബൺ ഫ്യൂവലിലെ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ആ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. ആ ഹീറ്റ് എനർജിയാണ് എൻജിൻ്റെ വർക്ക് ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The conditions necessary for combustion are: first one, presence of combustible mixture; second one, some means to initiate combustion; third one, stabilization and propagation of flame in the combustion chamber. അതായത് ഒരു കമ്പസ്റ്റൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള നെസസറി റിക്വയർമെൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? കമ്പസ്റ്റിബിൾ മിക്സ്ചർ. കമ്പസ്റ്റിബിൾ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂവൽ മിക്സ്ചറാണ്. അത് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ മാത്രമേ ബേൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മീൻസ് ഒരുപാട് എയറും സ്മോൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ എടുക്കുന്ന കേസ്, അതായത് മിക്സ്ചർ ഒരു പരിധി വിട്ട് ലീനായാൽ എന്താണ്, അത് ബേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ മിക്സ്ചർ ഒരു പരിധി വിട്ടിട്ട് റിച്ച് ആയാലും അത് ബേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ മാത്രമേ ബേണിങ് നടക്കുള്ളൂ. അതാണ് കമ്പസ്റ്റിബിൾ മിക്സ്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സം മീൻസ് ടു ഇനീഷ്യേറ്റ് കമ്പസ്റ്റൻ. SI എഞ്ചിനിൽ കമ്പസ്റ്റൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നവരാണ് സ്പാർക്ക് പ്ലഗ് ആണ്. അതാണ് മീൻസ് ടു ഇനീഷ്യേറ്റ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ. തേർഡ് വൺ, സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലെയിം ഇൻ ദി കമ്പസ്റ്റൻ ചേംബർ. കമ്പസ്റ്റൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലെയിം എന്താണ്, ആ കമ്പസ്റ്റൻ ചേംബറിനുള്ളിലെ എല്ലാ ചാർജിനെയും ബേൺ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത്രയും ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, കമ്പസ്റ്റൻ ഫിനോമിനൻ എൻജിൻ്റെ ഉള്ളിൽ നടക്കുമല്ലോ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇഗ്നീഷൻ ലിമിറ്റ്. എയർ ഫ്യൂൽ റേഷ്യോ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാസ് ഓഫ് എയർ ടു മാസ് ഓഫ് ഫ്യൂവൽ. അതായത് ഒരു കമ്പസ്റ്റൻ എടുക്കുന്ന ഒരു കമ്പസ്റ്റൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന എത്ര എമൗണ്ട് ഓഫ് എയർ ഉണ്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് ഫ്യൂവൽ യൂസ്ഡ്. അതാണ് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത്. എയർ ഫ്യൂവൽ റേഷ്യോ സ്റ്റോഷിയോമെട്രിക് എന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ എയർ മാത്രമേ അതിലുള്ളൂ. റിച്ച് മിക്സർ എന്ന് വെച്ചാൽ ഫ്യൂവലിൻ്റെ എമൗണ്ട് അധികമായിരിക്കും. സ്റ്റോഷിയോമെട്രിക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്യൂവലിൻ്റെ എമൗണ്ട് അധികമായിരിക്കും, എയറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതാണ് റിച്ച് മിക്സർ. ലീൻ മിക്സർ എന്ന് വെച്ചാൽ എയർ ആയിരിക്കും കൂടുതൽ, ഫ്യൂവലിൻ്റെ എമൗണ്ട് സ്റ്റോഷിയോമെട്രിക്കിനെക്കാട്ടി കുറവായിരിക്കും. എൻജിൻ്റെ ഉള്ളിൽ അത് ബേൺ ചെയ്യണമെങ്കിൽ, അതായത് ചാർജ് ബേൺ ചെയ്യണമെങ്കിൽ ആ എയർ ഫ്യൂൽ റേഷ്യോ ഒരു പർട്ടിക്കുലർ റേഞ്ചിൻ്റെ ഉള്ളിൽ വന്നാലേ ബേണിങ് നടക്കുള്ളൂ. മിക്സർ ഒരുപാട് ലീൻ ആയാലോ ഒരുപാട് റിച്ച് ആയാലോ ഒരിക്കലും ബേണിങ് നടക്കില്ല. ഇഗ്നീഷൻ ലിമിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് എൻഡാണ്, റിച്ച് എൻഡും ലീൻ എൻഡും. അതിൻ്റെ ഉള്ളിൽ മാത്രമേ ബേണിങ് നടക്കുള്ളൂ. അതായത് പ്രാക്ടിക്കൽ ഹൈഡ്രോ കാർബൺ ഫ്യൂവൽസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എയർ ഫ്യൂൽ റേഷ്യോ 7ഉം 13ഉം അടക്കമാണ്. ഓക്കെ, എയർ ഫ്യൂൽ റേഷ്യോൻ്റെ എമൗണ്ട് കൂടുന്ന വെച്ചാൽ കൂടുതൽ ലീൻ മിക്സർ ആയിരിക്കും. എയർ ഫ്യൂൽ റേഷ്യോൻ്റെ എമൗണ്ട് കുറവ് എന്ന് വെച്ചാൽ റിച്ച് മിക്സർ ആയിരിക്കും. നോർമലി കാർബറേറ്റഡ് എഞ്ചിനിൽ റേഞ്ച് എന്ന് വെച്ചാൽ 9 to 21. എയർ ഫ്യൂൽ റേഷ്യോ 90യും 21ൻ്റെയും ഇടയിൽ വന്നാൽ മാത്രമേ ആ എഞ്ചിൻ്റെ ഉള്ളിൽ ബേൺ ചെയ്യിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അത് മിസ്ഫെയർ ചെയ്യും. കൂടുതൽ റിച്ച് മിക്സർ ആണെങ്കിൽ എന്തായിരിക്കും, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻസ് അവൈലബിൾ ആയിരിക്കില്ല. കൂടുതൽ ലീൻ ആയാലോ ഓക്സിജൻ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ആ സമയത്ത് എന്താണ്, എൻജിൻ ബേൺ ചെയ്യാണ്ട് മിസ്ഫെയർ ചെയ്യും. ഇഗ്നീഷൻ ലിമിറ്റ് എന്ന് വെച്ചാൽ ആ ബേൺ ചെയ്യാൻ പറ്റുന്ന റേഞ്ചിനെ പറയുന്നതാണ് ഇഗ്നീഷൻ ലിമിറ്റ്. അടുത്ത ടോപ്പിക്, സ്റ്റേജസ് ഓഫ് കമ്പസ്റ്റൻ ഇൻ SI എഞ്ചിൻ. SI എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിലാണ്, ഒരു കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിളാണ്. അതായത് കമ്പസ്റ്റൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. In SI engine, homogeneous mixture of fuel and air is ignited by a single intense and high temperature spark, leaving behind a thin thread of flame. അതായത് SI എഞ്ചിനിൽ സക്ഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് എന്താണ്,
എയർ ഫ്യൂൽ മിക്സർ അല്ലെങ്കിൽ ചാർജാണ് സിലിണ്ടറിൻ്റെ ഉള്ളിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കംപ്രഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് എന്താവും, പിസ്റ്റൺ BDCന്ന് TDCയിലോട്ട് മൂവ് ചെയ്യും. ആ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ചാർജിന് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. പിസ്റ്റൺ TDCയിൽ എത്താനാവുമ്പം എന്ത് ചെയ്യും, സ്പാർക്ക് കൊടുക്കും. ഓക്കെ, ആ സ്പാർക്ക് കൊടുക്കുന്ന സമയത്ത് എന്താവും, ഒരു തിൻ ത്രെഡ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യും. ആ തിൻ ത്രെഡ് ഓഫ് ഫ്ലെയിം പിന്നെ എന്ത് ചെയ്യും, ആ കമ്പസ്റ്റൻ ചേമ്പറിൽ ത്രൂ ഔട്ടായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എൻറ്റയർ ബേണിങ് നടക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തിയററ്റിക്കൽ P-θ ഡയഗ്രമാണ്, അതായത് പ്രഷർ ക്രാങ്ക് ആംഗിൾ ഡയഗ്രാം. കംപ്രഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സിലിണ്ടർ പ്രഷർ കൂടും. കംപ്രഷൻ സ്ട്രോക്ക് തീരാനാകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ സ്പാർക്ക് കൊടുക്കും, കമ്പസ്റ്റ് നടക്കും. കമ്പസ്റ്റ് നടക്കുന്ന സമയത്ത് വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ, ക്രാങ്ക് ആംഗിൾ ചേഞ്ച് ഇല്ല, കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ കമ്പസ്റ്റൻ നടന്നിട്ട് പ്രഷർ റൈസ്, B-C പ്രഷർ റൈസ്. അടുത്ത എക്സ്പാൻഷൻ പ്രോസസ്സിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് എന്താണ്, പ്രഷർ റെഡ്യൂസ് ചെയ്ത് പോകുന്നത്. ഇത് ഒരു ഐഡിയൽ കേസാണ്. പെട്രോൾ എഞ്ചിൻ്റെ കമ്പസ്റ്റിൻ്റെ ഐഡിയൽ P-θ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് പെട്രോൾ എഞ്ചിൻ്റെ പ്രാക്ടിക്കൽ P-θ ഡയഗ്രമാണ്. ഇവിടെ ഈ 0 എന്ന് പറഞ്ഞ പോയിൻ്റ് TDC ആണ്. ഈ ലെഫ്റ്റ് സൈഡ് ടു TDC കാണിക്കുന്നത് കംപ്രഷൻ സ്ട്രോക്കാണ്. TDCന്ന് റൈറ്റിലോട്ട് കാണിച്ചിരിക്കുന്നത് എക്സ്പാൻഷൻ സ്ട്രോക്കാണ്. ഇതിൽ മെയിനായിട്ട് 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇഗ്നീഷൻ ലാഗ്, സെക്കൻഡ് വൺ പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലെയിം, തേർഡ് വൺ ആഫ്റ്റർ ബേണിംഗ്. ഇവിടെ A എന്ന് പറഞ്ഞ പോയിൻ്റ്, ഇവിടെയാണ് സ്പാർക്ക് കൊടുക്കുന്നത്. കംപ്രഷൻ സ്ട്രോക്ക് തീരാനാവുമ്പോഴാണ് സ്പാർക്ക് കൊടുക്കുന്നുണ്ടാവുക. അത് A എന്ന് പറഞ്ഞ പോയിന്റിലാണ് സ്പാർക്ക് അപ്ലൈ ചെയ്യുന്നത്. B എന്ന് പറഞ്ഞ പോയിന്റ്, കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ ഒരു നോട്ടീസബിൾ പ്രഷർ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിൻ്റാണ് B എന്ന് പറയുന്നത്. C എന്ന് പറയുന്നത് മാക്സിമം പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിൻ്റാണ് C എന്ന് പറയുന്നത്. ഓക്കെ, D എന്ന് പറയുന്നത് ആഫ്റ്റർ ബേണിങ്ങിൻ്റെ സ്റ്റേജ് ഒരു പോയിൻ്റാണ് D എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ 3 സ്റ്റേജസും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇഗ്നീഷൻ ലാഗ്. ഈ P-θ ഡയഗ്രത്തിൽ AB എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇഗ്നീഷൻ ലാഗ്. The first stage is referred to as ignition lag or preparation phase, in which growth and development of a self-propagating nucleus of flame takes place. Means ഇതിൽ ഈ A എന്ന് പറഞ്ഞ പോയിന്റിൽ സ്പാർക്ക് അപ്ലൈ ചെയ്തു. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലോട്ട് പോകുന്ന സമയത്ത് A എന്ന് പറഞ്ഞ പോയിന്റിൽ സ്പാർക്ക് അപ്ലൈ ചെയ്തു. സ്പാർക്ക് അപ്ലൈ ചെയ്താലും ആ ചാർജ് ബേൺ ചെയ്യൂല. അതിന് മുപ്പട്ടെ, ചാർജ് ബേൺ ചെയ്യുന്നതിന് മുപ്പട്ടെ ഒരു പ്രീ ഫ്ലെയിം റിയാക്ഷൻ നടക്കാനുണ്ട്, കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, സ്പാർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹൈ എനർജിയോട് സപ്ലൈയും മോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എത്തും. അതിനുശേഷം ഒരു തിൻ ത്രെഡ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആ ഇഗ്നീഷൻ ലാഗിൽ നടക്കുന്നത്. ഇഗ്നീഷൻ ലാഗ് B എന്ന് പറഞ്ഞ പോയിന്റിൽ അവസാനിക്കും. ഓക്കെ, ആ B എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു നോട്ടീസബിൾ പ്രഷർ റൈസ് കാണാൻ വേണ്ടി പറ്റുന്ന പോയിൻ്റാണ് B എന്ന് പറയുന്നത്. മീൻസ് ഇഗ്നീഷൻ ലാഗ് എന്ന് വെച്ചാൽ സ്പാർക്ക് അപ്ലൈ ചെയ്യുന്നത് തൊട്ടിട്ട് ആ നോട്ടീസബിൾ പ്രഷർ റൈസ് കാണാൻ വേണ്ടി പറ്റുന്ന പോയിന്റ്. അതിനിടയ്ക്കുള്ള ഡ്യൂറേഷനാണ് ആക്ച്വലി ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത്. Ignition lag is a chemical process depending upon the temperature and pressure, nature of fuel and proportion of exhaust residual gas. ആ ഇഗ്നീഷൻ ലാഗ് എന്ന് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എല്ലാ കേസിലും ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കില്ല ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ പറഞ്ഞാൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, നേച്ചർ ഓഫ് ഫ്യൂവൽ, അതായത് അതിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ, അതേപോലെ അത് പ്രീവിയസ് സ്ട്രോക്കിലെ എക്സോസ്റ്റ് ഗ്യാസ് ഒക്കെ എവിടെ ഉണ്ടോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് ആ ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലെയിം. അതായത് ഇതിൽ B-C എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. B എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസബിൾ പ്രഷർ റൈസ് കാണാൻ വേണ്ടി പറ്റുന്ന പോയിൻ്റാണ് B. C എന്ന് പറഞ്ഞാൽ പീക്ക് പ്രഷർ എത്തിയ പോയിൻ്റാണ് C എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ B ആൻഡ് C ആണ് പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലെയിം. ഈ ഫേസിൽ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് ഫ്ലെയിം ത്രൂ ഔട്ട് ദി കമ്പസ്റ്റൻ ചേംബർ. ഇഗ്നീഷൻ ലാഗ് പീരീഡിൽ എന്ത് സംഭവിച്ചു? ഒരു ന്യൂക്ലിയസ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫ്ലെയിം എന്ത് ചെയ്യും?
ഇനി ത്രൂ ഔട്ടായിട്ട് കമ്പസ്റ്റൻ ചേമ്പറിലൂടെ ട്രാവൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചാർജിനെയും ബേൺ ചെയ്യിക്കും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഡ്യൂറിങ് ദ സെക്കൻഡ് സ്റ്റേജ് ദ ഫ്ലെയിം പ്രൊപ്പഗേറ്റ് പ്രാക്ടിക്കലി അറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അതായത് കമ്പസ്റ്റൻ ചേമ്പറിലൂടെ ആ ഫ്ലെയിം ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ദ റേറ്റ് ഓഫ് ഹീറ്റ് റിലീസ് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ ദി ടർബുലൻസ് ഇൻറ്റൻസിറ്റി ആൻഡ് ഓൾസോ ഓൺ റിയാക്ഷൻ റേറ്റ് വിച്ച് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി മിക്സ്ചർ കോമ്പോസിഷൻ. അതായത് ഈ ഒരു ഫേസ് BC എന്ന് പറഞ്ഞ സ്റ്റേജിലെ ഹീറ്റ് റിലീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ടർബുലൻസ് ഇൻറ്റൻസിറ്റിയും അതേപോലെ റിയാക്ഷൻ റേറ്റുമാണ്. ടർബുലൻസ് വെച്ചാൽ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിലെ എയർ മോഷനാണ് ടർബുലൻസ് എന്ന് പറയുന്നത്. എയർ സ്റ്റേഷനറി ആയിരിക്കുമല്ലോ, അത് മൂവ് ചെയ്യുന്നുണ്ടാവും, അതിനെയാണ് ടർബുലൻസ് എന്ന് പറയുന്നത്. അതേമാതിരി റേറ്റ് ഓഫ് റിയാക്ഷൻ, എത്ര പെട്ടെന്നാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇത് രണ്ട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അതിൽ ആ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഹീറ്റ് റിലീസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന പ്രഷർ റൈസ് എന്ന് പറയുന്നത് ആ ഹീറ്റ് റിലീസിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ഏകദേശം പിസ്റ്റൺ എവിടെയായിരിക്കും ഉണ്ടാവുക, TDCയുടെ അടുക്കുകയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് എത്രത്തോളം ഹീറ്റ് റിലീസ് നടക്കുന്നുണ്ടോ അതിന് പ്രൊപ്പോർഷണലായിട്ട് എന്തുണ്ടാവും, അവിടെ പ്രഷറും റൈസ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലെയിം എന്ന് പറയുന്ന സ്റ്റേജ്. ഇതിൽ ഒരു മോട്ടോറിങ് കർവ് എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നുണ്ട്. അതായത് ആ B എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ച്വലി കമ്പസ്റ്റൻ നടക്കുന്നില്ല, മിസ്ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഷറിൻ്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും, അതാണ് ആ മോട്ടോറിങ് കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്പാർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ B എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്താണ്, എൻജിൻ മിസ്ഫയർ ചെയ്യുന്നത്. ആ സമയത്ത് ആ മോട്ടോറിങ് കർവിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് പ്രഷർ പോകുന്നുണ്ടാവുക. ഫയറിങ് നടന്ന എന്താണ്, എൻജിൻ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബേണിങ് നടന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ റൈസ് ചെയ്യും. ആ മാക്സിമം പ്രഷർ കിട്ടുന്ന പോയിൻ്റ് വരെയുള്ള ഫേസാണ് പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലെയിം എന്ന് പറയുന്നത്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ബേണിങ്. C എന്ന് പറഞ്ഞ പോയിൻ്റ് ആണ് ആഫ്റ്റർ ബേണിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതായത് മാക്സിമം പ്രഷർ അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റാണ് C എന്ന് പറയുന്നത്. അവിടെ നിന്ന് തൊട്ടിട്ടാണ് ആഫ്റ്റർ ബേണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഈസ് യൂഷ്വലി ടേക്കൺ as the instant at which the maximum pressure is reached on the indicator diagram. The flame velocity decreases during this stage. The rate of combustion becomes low due to lower flame velocity and reduced flame front surface. Okay, maximum സൈക്കിൾ പ്രഷറിൽ എത്തി, C എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഷൻ സ്ട്രോക്കിൽ TDCന്ന് BDCയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ സിലിണ്ടറിൻ്റെ ഉള്ളിലെ പ്രഷർ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. പിന്നെ ബേൺ ചെയ്താൽ ഒരിക്കലും പ്രഷർ റൈസ് ആവുന്നില്ല, കാരണം എക്സ്പാൻഷൻ സ്ട്രോക്ക് നടക്കുന്നുണ്ട്, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, സിലിണ്ടറിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയുന്നുണ്ട്. അതേമാതിരി അത് C എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് D എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് പോയി, പ്രഷർ റെഡ്യൂസ് ചെയ്തു. ഇതാണ് ആഫ്റ്റർ ബേണിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും, പ്രഷറൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓൾറെഡി കുറേ ബേണിങ് നടന്നു, പിന്നെ പ്രഷറും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും, റിയാക്ഷൻ റേറ്റ് കുറവായിരിക്കും. അതേപോലെ ഫ്ലെയിം വെലോസിറ്റി എന്തായിരിക്കും, റെഡ്യൂസ്ഡ് വാല്യൂ ആയിരിക്കും. ഇതാണ് SI എഞ്ചിൻ കമ്പസ്റ്റനിലെ 3 സ്റ്റേജസ്. ഫസ്റ്റ് വൺ ഇഗ്നീഷൻ ലാഗാണ്. ഇഗ്നീഷൻ ലാഗിൽ സ്പാർക്ക് അപ്ലൈ ചെയ്യുന്ന തൊട്ടിട്ട് ഒരു നോട്ടീസബിൾ പ്രഷർ റൈസ് കിട്ടുന്ന പോയിന്റ് വരെയാണ് ഇഗ്നീഷൻ ലാഗ്. സെക്കൻഡ് വൺ പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലെയിം ആണ്. അത് വെച്ചാൽ ഒരു നോട്ടീസബിൾ പ്രഷർ റൈസ് ടു മാക്സിമം പ്രഷർ റൈസ്, അതാണ് പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലെയിം എന്ന് പറയുന്ന സ്റ്റേജ്. തേർഡ് വൺ ആഫ്റ്റർ ബേണിംഗ് ആണ്. മാക്സിമം പ്രഷറിന് ശേഷം വരുന്ന റീജിയൻ ആണ് ആഫ്റ്റർ ബേണിങ്ങിൽ വരുന്നത്. അടുത്ത ടോപ്പിക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇഗ്നീഷൻ ലാഗ്. ഇഗ്നീഷൻ ലാഗ് എന്താണെന്ന് പറഞ്ഞു, സ്പാർക്ക് കൊടുക്കുന്നത് തൊട്ടിട്ട് ഒരു മാക്സിമം പ്രഷർ റൈസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആ ഒരു ടൈമാണ് ഇഗ്നീഷൻ ലാഗ്. പ്രീ ഫ്ലെയിം റിയാക്ഷൻ നടക്കുന്ന ടൈമാണ് ഈ ഇഗ്നീഷൻ ലാഗ് എന്ന് പറയുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, കുറച്ച് മെയിൻ ഫാക്ടേഴ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫ്യൂവൽ. ഹയർ ദ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് ഫ്യൂവൽ ലോങ്ങർ വിൽ ബി ദ ഇഗ്നീഷൻ ലാഗ്. അതായത് ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഹയർ ആണെങ്കിൽ ഇഗ്നീഷൻ ലാഗ് നോർമലി എന്തായിരിക്കും, ഹയർ ആയിരിക്കും. കാരണം റിയാക്ഷൻ നടന്നിട്ട് അത്രയും ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, അവിടെ ആ ഒരു ന്യൂക്ലിയസ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന നടക്കുമല്ലോ. സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ കുറഞ്ഞ ഫ്യൂലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോർമലി എന്തായിരിക്കും, ഇഗ്നീഷൻ ലാഗും കുറവായിരിക്കും. സെക്കൻഡ് വൺ മിക്സ്ചർ റേഷ്യോ. ഇഗ്നീഷൻ ലാഗ് ഈസ് സ്മോളസ്റ്റ് ഫോർ സ്ലൈറ്റ്ലി റിച്ച് മിക്സ്ചർ. അതായത്
ഏറ്റവും കൂടുതൽ ഹയർ ടെമ്പറേച്ചർ തരാൻ വേണ്ടി പറ്റുന്ന ഹീറ്റ് റിലീസ് ഹയർ ടെമ്പറേച്ചർ തരാൻ വേണ്ടി പറ്റുന്ന മിക്സറിനായിരിക്കും മിനിമം ഇഗ്നീഷൻ ലാഗ് ഉണ്ടാവുക. സ്ലൈറ്റ്ലി റിച്ച് മിക്സറാണ് നോർമലി ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മിക്സർ. അതുകൊണ്ട് അതിനാണ് ഇഗ്നീഷൻ ലാഗ് കുറവെന്ന് പറയുന്നത്. ബാക്കി കൂടുതൽ ലീൻ ആയാലോ കൂടുതൽ റിച്ച് ആയാലോ ഇഗ്നീഷൻ ലാഗ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. തേർഡ് വൺ, ഇനീഷ്യൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് സക്ഷൻ സമയത്തിലെ അല്ലെങ്കിൽ ആ പ്രീഫ്ലെയിം റിയാക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ടെമ്പറേച്ചറും പ്രഷറും. ഇഗ്നീഷൻ ലാഗ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് ഗ്യാസ് അറ്റ് ദ ടൈം ഓഫ് സ്പാർക്ക്. സ്പാർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചാർജിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഹയർ ആണെങ്കിൽ എന്താ നോർമലി ആ കെമിക്കൽ റിയാക്ഷൻ ഹയർ ടെമ്പറേച്ചറിലും പ്രഷറിലും കെമിക്കൽ റിയാക്ഷൻ റേറ്റ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. അതുകൊണ്ട് എന്താ ഇഗ്നീഷൻ ലാഗ് കുറവായിരിക്കും. ഫോർത്ത് വൺ, കംപ്രഷൻ റേഷ്യോ. ഇൻക്രീസ് ഇൻ കംപ്രഷൻ റേഷ്യോ റെഡ്യൂസസ് ദി ഇഗ്നീഷൻ ലാഗ്. നോർമലി കംപ്രഷൻ റേഷ്യോ കൂടുന്ന സമയത്ത് എന്താണ് ക്ലിയറൻസ് വോളിയം കുറവായിരിക്കും. അതുകൊണ്ട് എന്താ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും കൂടും. അതേപോലെ ചാർജ് ഡെൻസിറ്റിയും കൂടും. ഈ എല്ലാ ഫാക്ടേഴ്സും ഉള്ളത് കൊണ്ട് എന്താണ് പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇഗ്നീഷൻ ലാഗ് എന്തായിരിക്കും? കുറവായിരിക്കും. ഫിഫ്ത്ത് വൺ, ഇലക്ട്രോഡ് ഗ്യാപ്പ്. ഇലക്ട്രോഡ് ഗ്യാപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയസ് ഓഫ് ഫ്ലെയിം. അതായത് ആ ഫ്ലെയിം ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് മെയിനായിട്ട് ഇലക്ട്രോഡ് ഗ്യാപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇലക്ട്രോഡ് സ്പാർക്ക് പ്ലഗ് ഇലക്ട്രോഡിൻ്റെ ഗ്യാപ്പ് വളരെ ചെറുതാണെങ്കിൽ ഫ്ലെയിം എന്താണ് ക്വഞ്ച് ചെയ്ത് പോകും. മീൻസ് അത് സ്റ്റാർട്ട് ചെയ്താലും ഫ്ലെയിം എന്താണ് അത് ക്വഞ്ച് ചെയ്ത് പോകും. അതൊരു സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്ലെയിമായിട്ട് അതിനൊരിക്കലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല ഇലക്ട്രോഡ് ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ. വളരെ കുറഞ്ഞ ഇലക്ട്രോഡ് ഗ്യാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഹയർ കംപ്രഷൻ റേഷ്യോ ഉപയോഗിച്ചാൽ മാത്രമേ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ലോവർ ദ കംപ്രഷൻ റേഷ്യോ ഹയർ ഈസ് ദ ഇലക്ട്രോഡ് ഗ്യാപ്പ് റിക്വയർഡ്. എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കംപ്രഷൻ റേഷ്യോ കുറവാണെങ്കിൽ ഹയർ ഇലക്ട്രോഡ് ഗ്യാപ്പ് ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഒരു സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സിക്സ്ത് വൺ, ടർബുലൻസ്. ടർബുലൻസിന് ഇഗ്നീഷൻ ലാഗിൽ വലിയ ഇൻഫ്ലുവൻസ് ഇല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സസീവ് ടർബുലൻസ് ഓഫ് ദി മിക്സർ ഇൻ ദ ഏരിയ ഓഫ് സ്പാർക്ക് പ്ലഗ് ഈസ് ഹാംഫുൾ. ടർബുലൻസ് എന്ന് വെച്ചാൽ കമ്പസ്റ്റൻ ചേമ്പറിനുള്ളിലെ എയർ മോഷനെയാണ് ടർബുലൻസ്. എയർ സ്റ്റാഗ്നൻ്റ് ആയിരിക്കില്ല, അവിടെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്ത് അതിന് മോഷൻസ് ഒക്കെ ഉണ്ടാവും. അത് സ്പാർക്ക് പ്ലഗിൻ്റെ വിസിനിറ്റിയിൽ ഏറ്റവും കൂടുതൽ നല്ല ടർബുലൻസ് ഉണ്ടെങ്കിൽ അത് ഫ്ലെയിം ക്വഞ്ച് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അവിടെ എക്സസീവായി ടർബുലൻസ് ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്ന സോണിൽ നിന്ന് അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള സോണിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. മീൻസ് എന്താ ആ ഫ്ലെയിം ന്യൂക്ലിയസ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ ക്വഞ്ച് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് സ്പാർക്ക് പ്ലഗിൻ്റെ ആ വിസിനിറ്റിയിൽ ടർബുലൻസ് എന്തായിരിക്കണം? കുറവായിരിക്കണം, അല്ലെങ്കിൽ ഫ്ലെയിം ക്വഞ്ച് ചെയ്ത് പോകും. നെക്സ്റ്റ് ടോപ്പിക്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫ്ലെയിം സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ. കമ്പസ്റ്റൻ ചേമ്പറിൽ ഉള്ളിലേക്കൂടിയുള്ള ഫ്ലെയിമിൻ്റെ സ്പീഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യം സ്പാർക്ക് കൊടുത്താൽ ഒരു ന്യൂക്ലിയസ് ഓഫ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലെയിമാണ് ബാക്കിയുള്ള മിക്സറിനൊക്കെ ബേൺ ചെയ്യുന്നത്. കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിലെ എല്ലാ മിക്സറിനെയും ബേൺ ചെയ്ത് പോകുന്നത്. അത് എത്ര സ്പീഡിലാണ് അതിൻ്റെ വെലോസിറ്റി ഫ്ലെയിം പോകുന്ന വെലോസിറ്റി എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, ഫ്യൂവൽ എയർ റേഷ്യോ. വിത്ത് ഹൈഡ്രോകാർബൺ ഫ്യൂവൽസ് മാക്സിമം ഫ്ലെയിം വെലോസിറ്റി ഒക്കേഴ്സ് വെൻ 10% റിച്ച് മിക്സർ ഈസ് യൂസ്ഡ്. ഹൈഡ്രോകാർബൺ ഫ്യൂവൽ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്ലെയിമിൻ്റെ വെലോസിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 10% റിച്ച് മിക്സറിനാണ്. ഇനി ലീൻ മിക്സർ ആയാലോ അല്ലെങ്കിൽ വെരി റിച്ച് മിക്സർ ആയാലോ ഇല്ല പ്രശ്നം എന്താണെന്ന് നോക്കാം. ലീൻ മിക്സർ റിലീസസ് ലെസ് തെർമൽ എനർജി റിസൾട്ടിങ് ഇൻ ലോവർ ഫ്ലെയിം ടെമ്പറേച്ചർ ആൻഡ് ഫ്ലെയിം സ്പീഡ്. ലീൻ മിക്സർ എന്ന് വെച്ചാൽ എയർ കൂടുതലായിരിക്കും, ഫ്യൂവലിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. മീൻസ് എന്താ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന തെർമൽ എനർജിയുടെ എമൗണ്ട് കുറഞ്ഞു. ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്താണ് എനർജി റിലീസ് ചെയ്യുന്നത്. കുറച്ച് ഫ്യൂവൽ ഇല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന തെർമൽ എനർജിയുടെ അളവും കുറവായിരിക്കും. അതേപോലെ ഫ്ലെയിം ടെമ്പറേച്ചർ കുറവായിരിക്കും, ഫ്ലെയിം സ്പീഡും കുറയും. ഇനി വെരി റിച്ച് മിക്സർ ആയുള്ള പ്രശ്നം എന്താണ്? ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയിരിക്കും. ഫ്യൂവൽ മാത്രം ഉണ്ടായതുകൊണ്ട് ബേണിങ് നടക്കില്ല. അതിനെ ബേൺ ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് എയറും അവൈലബിൾ ആയിരിക്കണം. ആ എയർ അവൈലബിൾ ഇല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷനാണ്. അതേപോലെ റിലീസ് ചെയ്യുന്ന തെർമൽ എനർജി ലെസ് ആയിരിക്കും, ഫ്ലെയിം ടെമ്പറേച്ചറും കുറവായിരിക്കും, ഫ്ലെയിം സ്പീഡും കുറവായിരിക്കും. സെക്കൻഡ് വൺ, കംപ്രഷൻ റേഷ്യോ. എ ഹയർ കംപ്രഷൻ റേഷ്യോ ഇൻക്രീസസ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദി വർക്കിംഗ് മിക്സർ.
ദസ് ദ ഫ്ലെയിം സ്പീഡ് ഇൻക്രീസസ്. കംപ്രഷൻ റേഷ്യോ കൂടിയാൽ എന്താണ്, എൻ്റയർ ചാർജിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും കൂടി. ടെമ്പറേച്ചറും പ്രഷറും കൂടുന്ന സമയത്ത് അതിലൂടെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതേമാതിരി കംപ്രഷൻ റേഷ്യോ കൂടുന്ന സമയത്ത് ചാർജ് ഡെൻസിറ്റിയും കൂടി, കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ് നടന്നു. അതുകൊണ്ട് എന്താ, ഫ്ലെയിമിന് പെട്ടെന്ന് ഹൈ വെലോസിറ്റിയിൽ ബേണിങ് നടക്കും, പെട്ടെന്ന് തന്നെ ബേണിങ് കഴിയും, അതായത് കംപ്രഷൻ റേഷ്യോ കൂടുന്ന സമയത്ത്. തേർഡ് വൺ, ഇൻടേക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇൻക്രീസ് ഇൻ ഇൻടേക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻക്രീസസ് ദ ഫ്ലെയിം സ്പീഡ്. ഓൾറെഡി പറഞ്ഞ കേസ് തന്നെയാണ്. ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും കൂടുന്ന സമയത്ത് എന്താ, ടെമ്പറേച്ചറെല്ലാം കൂടുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബേണിങ് പെട്ടെന്ന് നടക്കും, ഫ്ലെയിമിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഫോർത്ത് വൺ, എൻജിൻ ലോഡ്. എൻജിൻ ലോഡ് കൂടുന്ന സമയത്ത് അതിൻ്റെ സൈക്കിൾ പ്രഷർ കൂടുതലായിരിക്കും. അതേപോലെ ആ കൂടുതൽ ലോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ത്രോട്ടിൽ ഓപ്പണിംഗ് കൊടുക്കും. മീൻസ് എന്താ, സിലിണ്ടറിലോട്ട് കൂടുതൽ ചാർജ് വരുന്നുണ്ടാവും, ചാർജ് ഡെൻസിറ്റി ഹയർ ആയിരിക്കും. ചാർജ് ഡെൻസിറ്റി ഹയർ എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ബേൺ ചെയ്തു, ഹയർ എനർജി റിലീസ് ചെയ്തു, ഹീറ്റ് എനർജി റിലീസ് ചെയ്തു. ആ സമയത്ത് ടെമ്പറേച്ചറൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താ, ഫ്ലെയിം സ്പീഡ് ഹയർ ആയിരിക്കും. ഫിഫ്ത്ത് വൺ, ടർബുലൻസ്. ടർബുലൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ദ ഫ്ലെയിം സ്പീഡ് ഈസ് വെരി ലോ ഇൻ നോൺ ടർബുലൻ്റ് മിക്സ്ചർ. നോൺ ടർബുലൻ്റ് മിക്സ്ചർ എന്ന് വെച്ചാൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന മിക്സ്ചർ, അതിൽ ഫ്ലെയിം സ്പീഡ് വളരെ ലോ ആയിരിക്കും. എ ടർബുലൻ്റ് മോഷൻ ഓഫ് മിക്സ്ചർ ഇൻറ്റൻസിഫൈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് മിക്സിംഗ് ഓഫ് ബേൺഡ് ആൻഡ് അൺബേൺഡ് പോർഷൻസ് ഇൻ ദി ഫ്ലെയിം ഫ്രണ്ട്. These two factors cause the velocity of turbulent flame to increase practically. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ടർബുലൻസിലെ സമയത്ത് എന്താണ്, ചാർജ് ഈ ബേൺ ചെയ്യുന്ന ചാർജും അൺബേൺഡായിട്ട് അഡ്വാൻസ്ഡ് ചെയ്ത് നിൽക്കുന്ന അൺബേൺഡ് ചാർജും എന്താണ്, മിക്സ് ആക്കും. ടർബുലൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള എയർ മോഷൻ. ടർബുലൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ സക്ഷൻ സ്ട്രോക്കിലെ സമയത്ത് തന്നെ ഇൻടേക്ക് മാനിഫോൾഡ്, അതേമാതിരി ഇൻലെറ്റ് വാൾവ്, അതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് കൊണ്ട് സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് തന്നെ എഞ്ചിൻ്റെ ഉള്ളിലോട്ട് കിടക്കുന്ന ചാർജിന് ഒരു മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഒരു സ്യൂവൽ മോഷനൊക്കെ അതിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതാണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ടർബുലൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ടർബുലൻസ് ഉണ്ടെങ്കിൽ അൺബേൺഡ് ചാർജും ബേൺഡ് ചാർജും ഈസി ആയിട്ട് മിക്സ് ചെയ്യും, പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കും. അതേമാതിരി അതിൻ്റെ അൺബേൺഡ് റീജിയനിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അതുകൊണ്ട് എന്താണ്, പെട്ടെന്ന് റിയാക്ഷൻ നടക്കും, ഫ്ലെയിം വെലോസിറ്റി പ്രാക്ടിക്കലി ഹയർ ആയിരിക്കും. സിക്സ്ത് വൺ, എൻജിൻ സ്പീഡ്. ഹയർ ദ സ്പീഡ് ഓഫ് ദി എൻജിൻ ഗ്രേറ്റർ ദ ടർബുലൻസ് ഇൻസൈഡ് ദ സിലിണ്ടർ ആൻഡ് ഹയർ വിൽ ബി ദ ഫ്ലെയിം സ്പീഡ്. അതായത് എൻജിൻ സ്പീഡ് ഹയർ ആണെങ്കിൽ എന്താണ്, നോർമലി ടർബുലൻസും ഹയർ ആയിരിക്കും. ടർബുലൻസ് കൂടുന്ന സമയത്ത് എന്താണ്, റിയാക്ഷൻ റേറ്റ് ഹൈ ആയിരിക്കും, പെട്ടെന്ന് തന്നെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതായത് വെലോസിറ്റി ഓഫ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ ഹയർ ആയിരിക്കും. ഇതൊക്കെയാണ് ഫ്ലെയിം വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്.